ഇതിലും നല്ല വെണ്ടയ്ക്ക കൊണ്ടുള്ള ഡിഷ് വെറും സ്വപ്നങ്ങളിൽ മാത്രമാണ്. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഐറ്റം. നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കുഴച്ച് പെരട്ടി അങ്ങോട്ട് അടിക്കുക. അത് വെണ്ടയ്ക്ക് നീളത്തിൽ അങ്ങോട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ട് അതിനകത്ത് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നല്ലോണം ഒന്ന് തേച്ച് തിരുമ്മി പിടിപ്പിക്കണം അതിൽ. ശേഷം നമ്മൾ പാനൊന്ന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുക്കിംഗ് ഓയിലോ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ മസാല എല്ലാം ഒന്ന് ഫ്രൈ ആയി വരണം. ആ വെണ്ടയ്ക്കയുടെ ഒട്ടലൊക്കെ ഒന്ന് മാറി ഒന്ന് ഫ്രൈ ആയി കിട്ടണം. ഓവറായിട്ട് കരിഞ്ഞു പോകല്ലേ, അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. തിരിച്ചും മറിച്ചു വിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. ഇത്ര ആയിരിക്കും നമ്മുടെ പരിപാടി കഴിഞ്ഞ്. പിന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. തൈര് നല്ലോണം അങ്ങോട്ട് ഉടച്ചെടുക്കുക. ശേഷം കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് തക്കാളിക്കയും ഉണ്ടെങ്കിൽ കുറച്ച് സവാളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തു. ശേഷം നമ്മുടെ വെണ്ടയ്ക്കയും ആ എക്സസ് ആയിട്ടുള്ള ഓയിലൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി വെണ്ടയ്ക്ക ഡിഷ് തയ്യാറ്. ഇതിൻ്റെ അപ്പുറം ഒരു വെണ്ടയ്ക്ക ഡിഷ് വേറെ ഉണ്ടാക്കാനില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഈ വെണ്ടയ്ക്ക കറിയും ചെറിയൊരു തോരനോ അല്ലെങ്കിൽ ഒരു മീൻ വറുത്തതോ ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ചോറ് പെരട്ടി അങ്ങോട്ട് അടിക്കുക. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഐറ്റം കേട്ടോ. വെണ്ടയ്ക്ക കൊണ്ട് ഇതിലും നല്ലൊരു ഡിഷ് വെറും സ്വപ്നങ്ങളിൽ മാത്രമാണ്. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഐറ്റം കേട്ടോ.